ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 10:1-22 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കൊർന്നേലിയോസ് എന്ന സേനാധിപനും പരിശുദ്ധ പത്രോസും കാണുന്ന ദർശനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദ്യ വിഷയം. പുതിയ നിയമത്തിൽ കാണുന്ന ശതാധിപന്മാരെല്ലാം സൽപ്പേരുള്ളവരായിരുന്നു. കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ ആരംഭകാലത്തെ ഒരു ശതാധിപനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ ശതാധിപനെക്കുറിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കൊർന്നേലിയോസിനെക്കുറിച്ച് പറയുന്നത് അയാളും കുടുംബവും ദൈവഭക്തിയും ദൈവഭയവും നിലനിർത്തി. പല പ്രകാരത്തിലും ജനത്തിന് നന്മ ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 9 മണി സമയം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചതിരിഞ്ഞുള്ള 3 മണിയാണ്. ദിവസത്തിലെ അവസാന യാമപ്രാർത്ഥന സമയമാണ്. 1, 2, 3 വാക്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് സമയം തെറ്റാതെ പ്രാർത്ഥിക്കുന്നവൻ, സൽക്രിയകൾ കുടിയവൻ, നേരിനെ പുണർന്നവനായിരുന്നു കൊർന്നേലിയോസ്. 2, പ്രാർത്ഥനാ സമയത്താണ് ദർശനം. യോപ്പയിൽ താമസിക്കുന്ന പത്രോസ് എന്നും 6 പേരുള്ള ശിമോനെ വരുത്തുവാൻ അദ്ദേഹം തോൽപ്പനക്കാരനായ ശിമോൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അങ്ങോട്ടേക്ക് ദൂതന്മാരെ പറഞ്ഞു വിടുന്നു. നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് വഴി കാണിക്കും എന്നതിന് തെളിവാണിത്. പ്രാർത്ഥനയും പരസ്യത്തിന് ആയുള്ള നന്മയും അല്ല ഉദ്ദേശിച്ചത്. ദൈവയോഗപ്രകാരം പോവുകയും വേണം. തന്നിഷ്ടപ്രകാരം പോയാൽ ദുഃഖിക്കേണ്ടി വരും എന്നും അറിഞ്ഞിരിക്കണം. 3, കൊർന്നേലിയോസ് യഹൂദ വിശ്വാസിയായിരുന്നില്ല, യഹൂദ മതേതരനായിരുന്നു. പക്ഷേ ദൈവഭയം നിലനിർത്തിയിരുന്നു. യഹൂദ മതത്തിൻ്റെ ഏക ദൈവവിശ്വാസവും ധാർമ്മിക പ്രമാണങ്ങളും ആകർഷങ്ങളായി കരുതി അവയെ സ്വീകരിച്ചു. എന്നാൽ പരിച്ഛേദന ഏറ്റിരുന്നില്ല. മാനസാന്തരപ്പെട്ട ക്രിസ്തുമസ് സ്വീകരിക്കേണ്ടതിൻ്റെ പരിച്ഛേദന ആവശ്യമില്ല എന്ന നിലപാട് സഭയിൽ ഉണ്ടായത് കൊർന്നേലിയോസിൻ്റെ വരവോടെയാണ്. അതിന് പത്രോസ് കണ്ട ദർശനം സഹായമായി. കൊർന്നേലിയോസിന് ദർശനമുണ്ടായതിൻ്റെ അടുത്ത ദിവസം പരിശുദ്ധ പത്രോസ് 6 മണി നേരത്ത്, അതായത് ഉച്ചസമയത്ത് പ്രാർത്ഥിപ്പാനായി 2ാം നിലയിലേക്ക് കയറിപ്പോകുന്നു. ആ സമയത്ത് കൊർന്നേലിയോസിൻ്റെ ദൂതന്മാർ യോപ്പയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്തന്മാരായ യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയമാണ് മധ്യാഹ്നം. വിശന്നിരുന്ന പത്രോസിന് ദൈവം ഭക്ഷിക്കുവാൻ നൽകുന്നു. ദർശനത്തിൽ അതിൽ യഹൂദന്മാർക്ക് അശുദ്ധവും ശുദ്ധവുമായ ജീവികളുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുവാനാണ് ദൈവകൽപ്പന. മതനിഷ്ഠ കൃത്യമായി സ്വീകരിച്ചു വന്ന പത്രോസിന് അത് സ്വീകാര്യമായിരുന്നില്ല. കർത്താവ് പരിശുദ്ധ സമയത്ത് ഈ നിയമം നീക്കം ചെയ്തത് പത്രോസിൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു. വിജാതിയരെ അശുദ്ധരെന്ന് മാറ്റി നിർത്തരുത് എന്ന ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ദർശനത്തിൻ്റെ ഉദ്ദേശം. 4, ഈ പുതിയ നീക്കം പൗലൂസിൻ്റെ സുവിശേഷ പ്രസംഗത്തെ വിജയിപ്പിച്ചു. കൊർന്നേലിയോസ് നമ്മിൽ ഉണർത്തുന്ന ചില ചിന്തകളുണ്ട്. 1, പട്ടാള ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങൾ അതീവ ശ്രദ്ധാലുക്കളാകാം. 2, ഉദാഹരണം വിശുദ്ധ ഗീവർഗീസ്. 2, കുടുംബങ്ങളെയും ആ തീക്ഷ്ണത്തിൽ തന്നെ അദ്ദേഹം വളർത്തി. ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാവണം. 3, ധർമ്മിഷ്ഠനും ദൈവഭയവും ഉള്ളവനായിരുന്നു. അതുകൊണ്ട് ദൈവദർശനത്തിന് അനുസരണമായി പ്രവർത്തിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ എപ്പോഴും ദൈവകൽപ്പനകൾക്ക് വിധേയമായിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.